പാതാള സ്ഥലങ്ങളെ കുറിച്ച് പഠിച്ചു. അതിൽ ഒന്നാമത്തെ സ്ഥലത്ത് വേറൊരു പേരറിയപ്പെടുന്നതാണ് അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്നു. പഴയ വിശുദ്ധന്മാർ റെസ്റ്റ് ചെയ്ത സ്ഥലം, ആദം മുതൽ അബ്രഹാം മുതൽ മോശ മുതൽ ഉള്ള ആൾക്കാര് മരണശേഷം വിശ്രമിച്ച സ്ഥലം കൂടെയാണ് ഒന്നാം പാതാളമാണെന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് അടക്കം ചെയ്തപ്പോൾ അവൻ ആത്മാവിൽ പാതാള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി പഴയ വിശുദ്ധന്മാരെ ഉയർത്തിക്കൊണ്ട് വന്ന സ്ഥലം ഇവിടെയാണ് അബ്രഹാമിന്റെ സ്ഥലമായ ഒന്നാം പാതാളമാണെന്ന് നമ്മൾ പഠിച്ചു. രണ്ട് കള്ളന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒരു കള്ളൻ എവിടേക്ക് പോയി? ഏറ്റവും ഞാൻ തന്നെ എല്ലാം പറയുന്നത് ഏറ്റവും താഴെയുള്ള യാതനാ സ്ഥലത്തേക്ക് പോയി. മറ്റേ കള്ളനോട് പോയി നീ എന്നോടുകൂടെ ഇന്ന് പ്രതീക്ഷയിലിരിക്കുന്നു പറഞ്ഞ ഒന്നാം പാതാളത്തിലേക്ക് പോയി. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചല്ലേ. മൂന്ന് പാതാളങ്ങളെ കുറിച്ച്. മൂന്നാമത്തെ പാതാളത്തിന് എന്താ പ്രത്യേകത? കത്തുന്ന നരകമാണ്. പഴയ നിയമ വിശുദ്ധന്മാരാകാതിരുന്ന അല്ലെങ്കിൽ പഴയ നിയമത്തിൽ കർത്താവിനെ സേവിക്കാതിരുന്നവർ ചെന്ന് വീണ സ്ഥലം കൂടെയായിരുന്നു. ധനവാനായ മനുഷ്യൻ പോയി വീണ സ്ഥലം, അവനോട്ട് പോയി നോക്കുന്നത് എല്ലാം നമ്മൾ ചിന്തിച്ചല്ലേ. കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലെ, കടന്നു പോകാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവൻ താമസിച്ച സ്ഥലം, അവൻ ആയിരിക്കുന്ന സ്ഥലം താഴത്തെ പാതാളമാണ് ചിന്തിച്ചത്. ഒന്നാമത്തെ പാതാളത്തെ കുറിച്ച്. രണ്ടാമത്തെ പാതാളത്തെ കുറിച്ച് ചിന്തിച്ചോ? ഇല്ല, രണ്ടാമത്തെ പാതാളത്തെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ പാതാളത്തെ കുറിച്ച് വളരെ കുറിച്ചുള്ള വേദഭാഗങ്ങൾ നമുക്കുള്ളൂ. കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല ദൈവജനത്തിൽ. പക്ഷെ ഒന്ന് രണ്ട് വേദഭാഗങ്ങളിൽ കൂടെ രണ്ടാം പാതാളത്തിൽ നിന്ന് തൊട്ടു പോകുന്നത് ദൈവജനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാം പാതാളത്തെ കുറിച്ച് 2 പത്രോസിന്റെ ലേഖനം ഒരു 5-6 വാക്യങ്ങൾ വായിക്കുന്നതായിട്ടുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കാം. 2 പത്രോസ് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിലിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ദൂതന്മാരെ എന്ത് ചെയ്തു? പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിലിട്ട് നരകത്തിലാക്കി. അവിടെ നരകം എന്നുള്ള പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ടാർട്ടറസ് എന്ന് പറയുന്ന അഗാധം എന്നുള്ള അർത്ഥം വരുന്ന ടാർട്ടറസ് എന്നുള്ള പദമാണ് ഗ്രീക്ക് പദത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒന്നാം പാതാളമല്ല, രണ്ടാം പാതാളവുമല്ല, അല്ല മൂന്നാം പാതാളവുമല്ല, രണ്ടാം പാതാളമാണെന്ന് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അവിടെ ആയിരിക്കുന്നത് ആരായിരിക്കുന്നു? പാപം ചെയ്ത ദൂതന്മാർ. അപ്പൊ പാപം ചെയ്ത ദൂതന്മാർ എന്ന് പറയുമ്പോൾ യൂദായുടെ പുസ്തകത്തിലും അതേ കമ്പാരിസൺ ആയിട്ടുള്ള ഒരു വേദഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യൂദായുടെ ലേഖനം എത്ര പുസ്തകങ്ങളെന്ന് പറയാമോ? 2 1 അറിയാം. യൂദായുടെ ലേഖനം 6-ാം വാക്യം. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായം പറഞ്ഞ കാര്യമില്ല. യൂദായുടെ ലേഖനം 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ഭാഗത്തും ടാർട്ടറസ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഗാധ പാതാളം എന്നുള്ള പദമാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 2 വേദഭാഗങ്ങളും യൂദയും അതുപോലെ തന്നെ പത്രോസും പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ഥലം 2-ാം പാതാളം എന്നാണ് അറിയപ്പെടുന്നത്. ടാർട്ടറസ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അത് 2-ാം പാതാളം എന്നാണ് അറിയപ്പെടുന്നത്. ഈ 2 ഭാഗങ്ങളിലും ദൂതന്മാർ പാപം ചെയ്ത ദൂതന്മാർ അവരെന്താ പാപം ചെയ്ത് നമ്മൾ ചിന്തിക്കും. പാപം ചെയ്ത ദൂതന്മാരെ കുറിച്ച് ഈ 2 ലേഖകരും പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നു, എഴുതി വെച്ചിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം സാത്താൻ ആക്ച്വലി ഇപ്പോൾ എവിടെ പഠിച്ചു സാത്താൻ എവിടാന്ന് ഇപ്പോൾ അറിയുന്നത്. സാത്താൻ ഇപ്പൊ എവിടാ? ഭൂമിയിൽ ഒക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. സാത്താൻ ഇപ്പോഴെവിടാണെന്നുള്ളത് ഏറ്റവും വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ആള് അപ്പോസ്തലനായ പൗലോസാണ്. വളരെ പരിചയമുള്ള വേദഭാഗം. എഫേസ്യർക്ക് ലേഖനത്തിൽ ആർക്കെങ്കിലും പറയാമോ സാത്താൻ എവിടെ എപ്പോഴായിരിക്കുന്നതെന്ന്? ബൈബിളിന്റെ സുഖം അവസരം തരാം. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ ഒരു പദം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം സാത്താൻ എവിടെ ഇപ്പോഴായിരിക്കുന്നത്. 6, 10, 12 വായിച്ചു. 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. നമുക്ക് പോരാട്ടമുള്ളതോ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല
അല്ലെങ്കിൽ ശരീരവും രക്തവും നിറഞ്ഞ ആൾക്കാർ. അത് ആൾക്കാരാണ് ശരീരവും രക്തമുള്ള ആൾക്കാരാണ് നമ്മൾ, അല്ലേ? ശരീരവും രക്തമുള്ള ആൾക്കാർ നമ്മളാ. ജഡവും രക്തവും ഉള്ളത് നമുക്ക് പോരാട്ടമുള്ള ജഡ രക്തങ്ങളോടല്ല, ശരീരമുള്ളവരും രക്തമുള്ളവരുമായിട്ടുള്ളവരല്ല നമുക്ക് പോരാട്ടമുള്ളത്. ആത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് പോരാട്ടമുള്ളത് ശരീരമുള്ളവരോടും രക്തമുള്ളവരോടും ആകരുത്. അങ്ങനെയാണെങ്കിൽ ആരോടാകരുത്? മനുഷ്യരോടേ ആകരുത്. അപ്പോസ്തലന്മാരോടൊന്നല്ല, വേറെ സമുദായത്തോടൊന്നല്ല, ഹിന്ദുക്കളോടൊന്നല്ല, മുസ്ലിമുകളോടൊന്നല്ല, മനുഷ്യരോടേ പാടില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെ ആരോടാ? വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സാത്താന്റെ ദൂതന്മാരുടെ വിവിധ സെക്ഷനുകളെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വാഴ്ചകൾ. ചില സ്ഥലങ്ങളിൽ വാഴ്ചകളുണ്ട്. നമുക്കറിയാം, ഓരോ സ്ഥലങ്ങളിൽ നമ്മുടെ അഭിഷക്തന്മാർ പോയി പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ആരും രക്ഷിക്കപ്പെടത്തില്ല, വിടുതൽ പ്രാപിക്കത്തില്ല. കാരണം വാഴ്ചകൾ, വർഷങ്ങളായിട്ടുള്ള വാഴ്ചകളാണ്. നമ്മുടെ കേരളത്തിന്റെ പല സ്ഥലങ്ങളും നമുക്കറിയാം, പേര് പറഞ്ഞു പോകുന്നില്ല, അറിയാം അല്ലെ? പല സ്ഥലങ്ങളിൽ ഇപ്പോൾ വാഴ്ചകളുണ്ട്, വർഷങ്ങളായി നിലനിൽക്കുന്ന വാഴ്ചകൾ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരോട് ഇന്ന് അല്ലെ ഈ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വാഴ്ചകളുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ, അല്ലെ? പിന്നെ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, ഓരോ സെക്ഷനായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന സാത്താന്യ ഗ്രൂപ്പുകൾ. ഓക്കെ, വായിച്ചാട്ടെ. ഇവരെല്ലാം കൂടെ ചേർത്തിട്ടൊരു പദം, സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പം ഈ പുള്ളിക്കാരൻ ഇപ്പൊ എവിടാ? സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേന. ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ ഒന്നാം സ്വർഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും പഠിച്ചാലും ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക്. ഈ അന്തരീക്ഷ മണ്ഡലം, അല്ലെങ്കിൽ ഒന്നാം സ്വർഗത്തിൽ, മൂന്നാം സ്വർഗത്തോളം അല്ലേ പൗലോസ് എടുക്കപ്പെട്ടത്? ഒന്നാം സ്വർഗത്തിൽ അന്തരീക്ഷ മണ്ഡലത്തിൽ ഈ സാത്താന്യ വ്യാപാരങ്ങളുള്ളതുകൊണ്ടാണ് ദുഷ്ടാത്മസേനകൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, സാത്താൻ എവിടെ നിന്നു? ദൈവത്തിന്റെ ദൂതന്മാരോടൊപ്പം, ദൈവപുത്രന്മാരോടൊപ്പം അവനും ചെന്ന് നിന്നു എന്ന് പറഞ്ഞല്ലേ? അല്ലേ? ആരെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാനാ? യോബിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാം. അപ്പൊ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാനുള്ള ചില അവസരങ്ങളിലൂടെ ദൈവം അവന് കൊടുക്കാറുണ്ട്, അല്ലേ? ചില സിറ്റുവേഷനുകളിൽ മാത്രം. എന്നാൽ അവനെ വിഹരിക്കുവാൻ അവന്റെ കണ്ണെപ്പോഴും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിന് വചനം പറയുന്നു. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് അവൻ ശ്രദ്ധിച്ചു നടക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ നിർമ്മലരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൻ സ്വലോകങ്ങളിൽ ഇരുന്ന് വീണവനെങ്കിലും, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വീണവനെങ്കിലും, ഇവന് ഈ സ്വലോകങ്ങളിൽ, ഈ അന്തരീക്ഷത്തിൽ ഒരു അധികാരം, ഒരു അവസരം അവൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മെ പരീക്ഷിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. പരീക്ഷിച്ച് നമ്മൾ പൊന്നുപോലെ പുറത്തു വരണം ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മെ പരീക്ഷിക്കാനും, നമ്മെ എന്താ പറയുന്നേ, നമുക്ക് നമ്മളെ ആത്മീയ ജീവിതത്തിൽ നമ്മെ പുറകോട്ട് വലിക്കാനുള്ള സകല സാധ്യതകളും നോക്കി പിശാച് നടക്കുന്നുണ്ട്. അവൻ കൂടെ ആടി സഞ്ചരിക്കുന്നതും പ്രതിയോഗിയായ പിശാച് സിംഹം പോലെ അലർന്നെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ ഇവൻ സ്വർലോകങ്ങളിൽ ജീവിക്കുന്നെന്ന് ആ വാക്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ സാത്താന്യ വൃന്ദത്തെ കുറിച്ചല്ല യൂദയുടെ ലേഖനവും പത്രോസ് അപ്പോസ്തലനും വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് ഈ വേദഭാഗത്ത് രണ്ടാം പാതാളത്തിൽ താമസിക്കുന്ന ഈ ദൂതന്മാരെ കുറിച്ച്, താമസിക്കുകയല്ല, ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്ന ഈ ദൂതന്മാരെ കുറിച്ച് ഈ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന, നമുക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക വൃന്ദത്തെ കുറിച്ചോ പൈശാചിക ഗ്രൂപ്പിനെ കുറിച്ചോ അല്ല യൂദയുടെ ലേഖനവും പത്രോസ് അപ്പോസ്തലൻ പരാമർശിക്കുന്നത്. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട മറ്റൊരു കൂട്ടം ദൂതന്മാരെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇപ്പോൾ സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥനയിൽ നമുക്ക് ഉറക്കം തരാൻ ആഗ്രഹിക്കുന്ന, വചനം കേൾക്കുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് വീശിക്കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറുപ്പ് തോന്നിപ്പിക്കുന്ന, ആരാധനയ്ക്ക് പോകാൻ നമുക്ക് സന്തോഷം തോന്നിപ്പിക്കാത്ത ഒരു ദുഷ്ടശക്തി ആത്മീയമായി നമ്മെ മുന്നേറുന്നതിന് നമ്മളെ എപ്പോഴും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആത്മീയമായി വേറെ എന്ത് കാര്യം പോകാനും പിശാചിന് പ്രശ്നമില്ല. ഡ്യൂട്ടിക്ക് പോകാൻ പ്രശ്നമില്ല, കറക്റ്റ് സമയത്ത് പോകും, 8 മണിക്ക് പോകും, ഒരു പ്രശ്നമില്ല, അല്ലേ? ഒരു പ്രശ്നമില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സാത്താൻ സപ്പോർട്ടാണ്. പക്ഷെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ നിന്ന്
നിന്ന് നമ്മൾ പിൻപരിക്കാതെ ദൈവത്തോടാണ് നമ്മൾ അടുക്കുന്നത്, അല്ലേ? ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അവന് പേടിയാണ്. ദൈവത്തോട് നമ്മൾ അടുത്താൽ അവനറിയാം ഇവന്റെ മേൽ അധികാരം വരും, ഇവന്റെ മേൽ അഭിഷേകം വരും. അഭിഷേകം വരുന്നത് അവന് ഭീഷണിയാണ്. അതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കാനുള്ള എല്ലാ അവസരങ്ങളും ദൈവം നോക്കി. ആരാധിക്കരുത്, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കരുത്, സമയമെടുത്ത് പ്രാർത്ഥിക്കരുത്, ദൈവ വചനം തുടരുത്. മൊബൈൽ എത്ര വേണേലും യൂസ് ചെയ്തോട്ടെ, ടാബ് എത്ര വേണേലും യൂസ് ചെയ്തോട്ടെ, വചനം തൊടാൻ പാടില്ല. വചനം ശക്തിയാണ്, അല്ലേ? വചനം അധികാരമുള്ളതാണ്, വചനം ദൈവമാണ്, വചനം ജഡമായി തീർന്നവനാണ്. അതുകൊണ്ട് വചനം തൊടാനേ പാടില്ല. ബൈബിൾ കണ്ടാൽ ദൂരെ മാറി പോകണം. അതിനുവേണ്ടി പിശാച് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പിശാച് എന്നാണ് ഇതിന്റെ അവസാനം? അവൻ ഈ സ്വഭാവങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, അല്പമായി നമ്മെ മുരടിപ്പിക്കാൻ പദ്ധതിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് എന്നാണ് ഇവൻ വീഴുവാനിടയാകുന്നത്? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ. അതായത് ഈ 2-ാം പാതാളത്തിൽ താമസിക്കുന്ന ഗ്രൂപ്പ് അല്ല, അവരിലേക്ക് നമ്മൾ വരും. 2-ാം പാതാളത്തിൽ താമസിക്കുന്ന മറ്റൊരു സംഘമാണ്, മറ്റ് പാപം ചെയ്ത ദൂതന്മാരാണ്. അവരല്ല ഈ വീണുപോയ സത്താനി വൃന്ദമെന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് എന്ത് പറ്റുന്നു? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ സ്പീഡിൽ ഒന്ന് വായിച്ചു. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. ഉത്പ്രാവണത്തിന് ശേഷം യേശു കർത്താവ്, അല്ലേ, കള്ളനെ പോലെ വന്ന, അല്ലേ, 2 പേര് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഒരുത്തൻ രക്ഷപ്പെടും, ഒരുത്തനോടെ കളക്കും, അല്ലേ? 2 പേര് വയലിലാണെങ്കിൽ ഒരുത്തൻ രക്ഷപ്പെടും, ഒരുത്തനോടെ കളക്കും. 2 പേര് ഫ്ലൈറ്റ് ഓടിക്കുന്നത് ഒരു വയലറ്റ് രക്ഷപ്പെടും, ഒരു വയലറ്റ് പോകും. ട്രെയിൻ ഓടിക്കുന്ന ഒരുത്തൻ രക്ഷപ്പെടും, ഒരുത്തൻ പോകും. പക്ഷെ അങ്ങനെ കർത്താവിന്റെ വരവ് കള്ളനെ പോലെ വന്ന് ഉത്പ്രാവണത്തിന് ശേഷം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം 12-ന്റെ 7 മുതൽ വായിച്ചു പെട്ടെന്ന്. പിന്നെ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി. മഹാസർപ്പമായ പിശാചിനോട് പടവെട്ടുന്നത് മിഖായേലാകുന്നു. മിഖായേൽ, പ്രധാന ദൂതനായ മിഖായേൽ എന്ന് പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രധാന ദൂതനായ മിഖായേൽ. അപ്പോൾ മിഖായേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ദൂതനാണ്, അല്ലേ? മിഖായേലും വേറൊരു ദൂതനുണ്ട്. ആരാ? ദൂതൊക്കെ അറിയിക്കുന്ന ഒരാള്, ഗബ്രിയേൽ. 2 ദൂതന്മാരെ കുറിച്ചാണ് സ്പെഷ്യലി ദൈവത്തിൽ പരാമർശിക്കുന്നത്. മറിയയുടെ അടുത്ത് വന്ന ദൂതനേതാ? ഗബ്രിയേൽ. അപ്പൊ ഗബ്രിയേൽ ദൂത് അറിയിക്കുന്ന, സ്പെഷ്യൽ ദൂതുകളെ, ആലോചനകളെ അറിയിക്കുന്ന ദൂതൻ. പക്ഷെ യുദ്ധത്തിന് എപ്പോഴും ഉപയോഗിക്കുന്ന ദൂതനാരാ? മിഖായേൽ, അല്ലേ? കാരണം ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന അവിടെ ഗബ്രിയേൽ അല്ല ഇറങ്ങി വരുന്നത്, ആരാ? മിഖായേലാണ്. അപ്പൊ മിഖായേൽ പ്രധാന ദൂതനാണെന്ന് പലർക്കും എഴുതിയിട്ടുണ്ട്. പ്രധാന ദൂതനായ മിഖായേലിനോട് പിശാച് സാത്താൻ വാദിച്ചു എന്നൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാന ദൂതനായ മിഖായേലിന്റെ നേതൃത്വത്തിലാണ് പിശാചിനെ സർപ്പത്തോട് പടവെട്ടുന്നത്. തിരിച്ചും പടവെട്ടി. സ്വർഗ്ഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന, അവന്റെ ലക്ഷ്യം ഭൂതലത്തിലുള്ള വിശ്വാസ സമൂഹത്തെ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം. പിശാചിന് പല പദങ്ങളുണ്ടല്ലേ? മഹാസർപ്പം എന്നുള്ള പാമ്പുണ്ട്. പഴയ പാമ്പ് എന്നുള്ള പേര് പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. മഹാസർപ്പം എന്ന് പറയുന്ന പദം പിശാചിനെ കുറിച്ചാണ്, അല്ലേ? അരുണാദയ പുത്രനായ ശുക്രൻ യെശയ്യാവിൽ പറയുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ മഹാസർപ്പത്തെ എന്ത് ചെയ്തു? മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. എന്തോ ചെയ്തോണ്ടിരിക്കുക? പുള്ളി രാപ്പകൽ ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കുന്ന ആളാ. പുള്ളിക്ക് പണിയൊന്നുമില്ല നമ്മൾ ചിന്തിക്കരുത്. ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന നമ്മളെക്കാളും പങ്ക്ച്വലായി ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. രാപ്പകൽ ദൈവസന്നിധിയിൽ, അതായത് ദൈവത്തിന്റെ അടുത്ത് രാപ്പകൽ ഡേ ആൻഡ് നൈറ്റ് ഒരാൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെതിരെയാണോ? ആർക്കെതിരെയാ? വായിച്ചോ. കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു. നമ്മളെ കുറ്റം ചുമത്തുക. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, ഒരു ദിവസം പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ആരാധിക്കുന്നില്ല, നമ്മൾ കാര്യമോ സംഭവിക്കുന്നില്ല. പക്ഷെ ഒരാൾ വന്നോണ്ടിരിക്കുകയല്ലേ? ഒരാൾ ദൈവത്തിന് സന്ധ്യമാണ്. ഇന്ന് നിന്റെ മോൻ പ്രാർത്ഥിച്ചോ? ബൈബിൾ വായിച്ചോ? ഫിലിപ്പാസ് എന്ന ബൈബിൾ വായിച്ചോ? നോക്ക് ദൈവമേ, ഫിലിപ്പാസ് എന്ന പ്രാർത്ഥിച്ചായിരുന്നു, ഫിലിപ്പാസ് എന്ന ആരാധിച്ചായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള് രാപ്പകൽ ഡേ ആൻഡ് നൈറ്റ് ദൈവത്തോട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ
ചെയ്യുന്ന ഒരാളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും. രാപ്പകൽ തന്നോട് ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുക. അവന്റെ പരിപാടി കുറ്റം ചുമത്തുക എന്നുള്ളതാണ്. നല്ല കാര്യമൊന്നും അറിയില്ല. കുറ്റം ചുമത്തുക. കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപവാദിയെ എന്നേക്കുമായി തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. പക്ഷെ ഇവനെ എങ്ങനെ ജയിക്കാൻ പറ്റുമെന്ന്, ആ ജനം ഇവരെ, അല്ലെങ്കിൽ ഈ ജനം, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം എങ്ങനെയാണ് ഇവരെ ജയിച്ചത്? കുറ്റം പറയുന്ന പരിപാടി പിശാചിനെയാണെങ്കിൽ, ദയാന്വേഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷെ അവനെ ജയിക്കാനുള്ള ചില കാര്യങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കുഞ്ഞാടിന്റെ രക്തം, യേശുവിന്റെ രക്തം അവരെ ജയിക്കുന്നതാണ്. നമുക്കറിയാം, ഈ പിശാചുകളൊക്കെ ഇറങ്ങുന്ന സമയത്ത്, സാധാരണ ശക്തികളൊക്കെ ഇറങ്ങുന്ന സമയത്ത് യേശുവിന്റെ രക്തം എന്ന് പറയുന്ന ഒരു പേടി. ചില ബസ്സിന് അവർ വെള്ളം എടുത്ത് പ്രാർത്ഥിക്കും. അതാവ് ഇത് രക്തമായി മാറട്ടെ, ശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആ വെള്ളം എടുത്ത് തളിക്കുമ്പോൾ ഇത് ഇളകും, ശത്രു ഇളകും, അല്ലേ? എന്നാൽ ഇവർക്ക് ഈ രക്തത്തോട് ഭയമാണ്. യേശുവിന്റെ രക്തം എന്ന് കേൾക്കുമ്പോൾ പിശാചിന്റെ ഭയമാണ്. കാരണം യേശുവിന്റെ രക്തം മാനവരാശിയെ മുഴുവൻ വിടുവിച്ച രക്തമാണ്. പിശാചിന്റെ തലയെ തകർത്ത രക്തമാണ്. അപ്പൊ ആ രക്തത്തിന് ശക്തിയുണ്ട്, ആ രക്തത്തിന് പവറുണ്ട്. ആ രക്തത്താലാണ് നാം വിടുതൽ പ്രാപിക്കുന്നത്. പിശാചിനോട് നാം സംസാരിക്കുമ്പോൾ നാം പറയുന്നത് അവന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. രക്തമെന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും രക്തമല്ല, കുഞ്ഞാടിന്റെ രക്തം എന്ന് കേൾക്കുമ്പോൾ, കാൽവറിയിൽ തകർന്ന യേശുവിന്റെ രക്തം എന്ന് കേൾക്കുമ്പോൾ പിശാചിന് ഭയമാണ്. അവർ അവരെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി തങ്ങളുടെ സാക്ഷ്യവചനം, രണ്ട് കാര്യങ്ങളാലാണ് പിശാചിനെ നമുക്ക് ജയിക്കാൻ പറ്റും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുഞ്ഞാടിന്റെ രക്തം. രക്തം പരാമർശിച്ച് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. രക്തം പരാമർശിച്ച്, രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച്, രക്തത്താൽ നമ്മളെ കഴുകി, രക്തം കൊണ്ട് നമ്മളെ മുദ്രയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നതല്ല. രക്തത്താൽ നമ്മെ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതല്ലാണ്. രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചന നിമിത്തം, കാരണം അധരം കൊണ്ട് പറയണം, അല്ലേ? ഈ പണ്ട് സമുദായ സഭകളൊക്കെ കുഞ്ഞുങ്ങളെ മുക്കുന്ന സമയത്ത് തലത്തൊട്ടപ്പന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? അവരെ കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ പിശാചിനെ ഉപേക്ഷിച്ച്, കേട്ടിട്ടില്ല നിങ്ങളാരും? കണ്ടിട്ടില്ല? ദൈവത്തെ സ്വീകരിക്കുന്നു, പിശാചിനെ ഉപേക്ഷിച്ച് ദൈവത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ ചെയ്യാറ്. അപ്പോൾ സാക്ഷ്യവചനമാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പരിശുദ്ധാത്മ പറയുന്നത് നമ്മുടെ സാക്ഷ്യവചനം നമ്മൾ പ്രഖ്യാപിക്കണം. നമ്മുടെ അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. നാം ദൈവത്തോട് കൂടെയാണ്, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അധരം കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, നാം ശത്രുവിനെതിരാണ്, അവന്റെ രക്തത്താൽ നാം അവനെതിരാണ്. ഇത് നമ്മുടെ സാക്ഷ്യവചനമാണ്. നമ്മുടെ വചനം കൊണ്ടും കുഞ്ഞാടിനെ പെട്ടെന്ന് മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. മതി. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം ഈ ഭൂമിയിലേക്ക് തള്ളിയിടുന്ന കാര്യം പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇത് പിശാചിന്റെ അന്ത്യമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് താൽക്കാലിക സമയത്തേക്ക് പിശാചിനെ ബന്ധിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ എന്തെല്ലാം പേരുകളാ? പിശാച, സാത്താന്, പഴയ പാമ്പ്, മഹാസർപ്പത്തെ പിടിച്ചു. മഹാസർപ്പം, പിശാച, സാത്താന്, പഴയ പാമ്പ്, മഹാസർപ്പം അവനെ പിടിച്ച് 1000 ആണ്ടിലേക്ക് ചങ്ങലയിട്ടു. കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു 1000 സംവത്സരമുള്ള ഭരണമുണ്ട്. ഈ ഭൂമി കേന്ദ്രീകൃതമായ 1000 സംവത്സരം ഭരണ സമയത്ത് പിശാചിനെ 1000 ആണ്ടിലേക്ക് ചങ്ങലയാൽ ബന്ധിക്കും. വായിച്ചു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും. ഈ അഗാധം എന്ന് പറയുന്നത് നമ്മളിപ്പോ ചിന്തിച്ച 2-ാം പാതാളമാണ്, ടാർട്ടറസ്. അപ്പോൾ ഈ 1000 ആണ്ടിലേക്ക് പിശാചിനെ ബന്ധിക്കുന്ന ഭാഗം വരുമ്പോൾ ഇതിനെ ബന്ധിച്ചാക്കുന്നത് ഈ ടാർട്ടറസിലേക്കാണ്, അല്ലെങ്കിൽ 2-ാം പാതാളത്തിലേക്കാണ് പിശാചിനെ ബന്ധിച്ച് ആക്കുന്നത്. പിശാചിനെ ബന്ധിക്കുന്നു നമുക്ക് ഒരു സന്തോഷമില്ലല്ലോ. മഹാസർപ്പത്തെ 1000 ആണ്ടിലേക്ക് ചങ്ങല ഇടുകയാണ്. എന്നിട്ട് അങ്ങനെ ടാർട്ടറസിൽ അല്ലെങ്കിൽ 2-ാം പാതാളത്തിൽ പാർപ്പിക്കുന്നു. വായിച്ചോട്ടെ. തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്യും. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകും. പിന്നെ അഴിച്ചുവിടേണ്ടതാകും. ഒരു താൽക്കാലികമായ 1000 ആണ്ടത്തേക്ക് ഇവരെ ബന്ധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെയാണ് ഈ സ്വർലോകങ്ങളിൽ വസിക്കുന്ന പൈശാചിക ഗ്രൂപ്പുകളുടെ ഭാവിയെ കുറിച്ചാണ് നമ്മൾ ഈ 2 കാര്യങ്ങൾ
രണ്ടുപേരുടെ ഭാഗങ്ങൾ വായിച്ചു. വെളിപ്പാട് പുസ്തകം 12 വെളിപ്പാട് 20 1000 ആണ്ടിലേക്ക് അവനെ ചങ്ങലയിട്ട് ബന്ധിക്കുന്നതും നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ കുറിച്ച്, ആ ഗ്രൂപ്പുകളെ കുറിച്ചാണ്. എന്നാൽ രണ്ടാം പാതാളത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാം പാതാളത്തിൽ വസിക്കുന്ന ദൂതന്മാർ മറ്റു ചിലരാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, അത് ഒത്തിരി വിശദീകരിക്കാൻ പറ്റത്തില്ല, ഓടിച്ചു വായിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ ഈ ദൂതന്മാർ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പെരുകി തുടങ്ങി നോഹയുടെ ജലപ്രളയം മുൻപുണ്ടാകുന്ന ഒരു ഭാഗമാണിത്. ആ ഭാഗത്ത് ഈ ലോകത്തിന്റെ അവസ്ഥ വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുന്ന, പാപം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്താണ് നോഹയെ ദൈവം തെരഞ്ഞെടുക്കുകയും ജലപ്രളയത്തിന് നടുവിൽ പെട്ടകം ഉണ്ടാകാനൊക്കെ പറയുന്നത്. അതിന് മുമ്പുള്ള ഒരു ഭാഗമാണ് 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ. പെട്ടെന്ന് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന്. ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള പദം ഈ ദൂതന്മാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനുണ്ട്. ദൈവപുത്രന്മാർ ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ദൈവപുത്രന്മാർ ഘോഷിച്ചുല്ലസിച്ചു എന്നൊരു ഭാഗം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാർ ചെന്നപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ ചെന്നപ്പോൾ സത്താനും അവന്റെ കൂടെ നിന്നു എന്ന് കാണുന്നു. അപ്പൊ ഇവിടെ എല്ലാം ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള പദം ഉദ്ദേശിച്ചിരിക്കുന്നത് ദൂതന്മാരെ കുറിച്ചാണ്. അപ്പോൾ ഈ ദൂതന്മാർ എന്താ ചെയ്തത്? പെട്ടെന്ന് വായിച്ചോ. പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് ഈ ഭൂമിയിലുള്ള പുത്രിമാരെ സൗന്ദര്യമുള്ളവരായി കണ്ടു. തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യരിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുമോ? ഈ ഒരു പദം പണ്ടൊരു പാസ്റ്റർ, ഞങ്ങളുടെ നാട്ടിലൊരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. മനുഷ്യരിൽ അവന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പദം, കുറച്ചു കാലം ബാധിക്കും അല്ലേ? കുറച്ചു കാലം നമുക്ക് അവസരം തരും, കുറച്ചു കാലം നമ്മളോട് ദൈവം സ്നേഹം കാണിക്കും, എന്നാൽ സദാകാലം അവൻ ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരം. കഴിയില്ല. അപ്പൊ ഈ ദൂതന്മാർ, ഈ ദൈവപുത്രന്മാർ എന്ന് പറയുന്ന ഈ രണ്ടാം പാതാളത്തിൽ ബന്ധിച്ചിരിക്കുന്ന ദൂതന്മാർ ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ഈ ഭൂമിയിലുള്ള സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടപ്പോൾ അവരെ ഭാര്യമാരായി സ്വീകരിക്കുവാനിടയായിട്ടുണ്ട്. അവർക്ക് മക്കൾ ജനിക്കുന്നുണ്ട്, മല്ലന്മാർ ജനിക്കുന്നുണ്ട്. ഈ രാക്ഷസന്മാർ, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ രാക്ഷസന്മാർ ജനിക്കുന്നത് ഈ ദൂതന്മാർക്കും ഈ സാധാരണ മനുഷ്യർക്കും ഉണ്ടായ മക്കളായിട്ടാണ് രാക്ഷസന്മാർ ജനിക്കുന്നത്. അനാക്യ മല്ലന്മാരെ അവർ കണ്ടത്. അതായത് അവർ ആചാനുബാഹുക്കളാണ്. കാരണം ദൂതന്മാരുടെയും സാധാരണ ജനങ്ങളുടെയും സന്തതി ആയതുകൊണ്ട് അവരൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട രാക്ഷസന്മാരാണ്. അവരെ അനാക്യ മല്ലന്മാർ എന്നറിയപ്പെടുന്നു, വീരന്മാർ എന്നറിയപ്പെടുന്നു, അതുപോലെ രാക്ഷസന്മാർ എന്നറിയപ്പെടുന്നു. അങ്ങനെ ഒരു കൂട്ടം ഉണ്ടാകുവാനായിട്ടിടയായിട്ടുണ്ട്. അപ്പോൾ ലൂക്കോസ് സുവിശേഷം ഇത് ശേത്തിന്റെ കയ്യിന്റെ മക്കളാകുന്നു, ശേത്തിന്റെ മക്കളും കയ്യിന്റെ മക്കളുമാണെന്നുള്ളൊരു പഠിപ്പിക്കലുമുണ്ട്. അത് പക്ഷെ വാസ്തവത്തിൽ തെറ്റാണ്. അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ദൂതന്മാർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവരിൽ മക്കൾ ഉണ്ടാകുകയും അങ്ങനെ രാക്ഷസന്മാരുടെ ഒരു കൂട്ടം ഉണ്ടാകുകയും ചെയ്തു. അത് ഈ ദൂതന്മാർ തങ്ങളുടെ വാസസ്ഥലം വിട്ടാണ് ഇറങ്ങിയത്. ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 35-36 വാക്യങ്ങൾ വായിച്ചു. 26-20-35. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല. അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുദ്ധാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകും. ദൈവദൂത തുല്യരും ദൈവപുത്രൻ. യേശുവിന്റെ അടുക്കൽ വന്ന ആ ഭാഗങ്ങൾ ഇപ്പോഴത്തെ സമയങ്ങൾ വായിച്ചാൽ മതി, അറിയാവുന്ന ഭാഗമാണ്. യേശു കർത്താവിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ എല്ലാവരും കൂടെ പറയുകയാണ് അല്ലേ, ഒരു മനുഷ്യന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ആ മനുഷ്യൻ മരിച്ചുപോയി. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സഹോദരൻ കല്യാണം കഴിച്ചു, മൂന്നാമത്തെ അമ്മ മരിച്ചുപോയി, മൂന്നാമത്തെ ആൾ കല്യാണം കഴിച്ചു. അങ്ങനെ 7 സഹോദരന്മാര് കല്യാണം കഴിച്ചു ഒരു സ്ത്രീയെ. അപ്പൊ അവർ ചോദിക്കുകയാണ്, ഇവരിൽ ആരാണ് പുനരുത്ഥാനത്തിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോ ഇവരിൽ ആര്? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമല്ലോ, 7 ഭർത്താക്കന്മാരുണ്ടല്ലോ. അപ്പൊ ഏതായിരിക്കും ഇവന്റെ യഥാർത്ഥ ഭാര്യ ഏതായിരിക്കും? ആരോടായിരിക്കും? അപ്പൊ കേട്ടാ പറയുക, അതൊക്കെ മറന്നേക്ക്. മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താ? നിങ്ങൾ ദൂതതുല്യരായി മാറും. വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് എടുക്കുന്നുമില്ല. എങ്ങനെയായിട്ട് മാറുക? പുനരുത്ഥാന പുത്രന്മാർ ആകയാൽ ദൈവദൂത തുല്യരും
ഭർത്താക്കന്മാരായിട്ടൊക്കെ ജീവിക്കുന്നവര് സ്വർഗത്തിലൂടെ പോയി ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ നേരത്തെ നടക്കത്തില്ല. നമ്മളെ ദൂതതുല്യരായി മാറുക, നമ്മുടെ ശരീരം ഒന്ന് രൂപാന്തരപ്പെടും. ആരുടെ ശരീരം പോലാവും? ദൂതന്മാരുടെ ശരീരം പോലാവും. ദൂതതുല്യരായി ദൈവപുത്രന്മാരുടെ ശരീരം പോലെ, ദൂതന്മാരുടെ ശരീരം പോലെ നമ്മുടെ ശരീരം പുനരുത്ഥാന ശരീരമായി നമ്മുടെ മരണം കഴിയുമ്പോൾ മാറും. അപ്പൊ കഥ പറയാണ്, അവിടെ ഭാര്യയും ഭർത്താവും സൗകര്യം ഒന്നുമില്ല. എന്താണ്? എല്ലാവരും ദൈവദൂതന്മാരായിട്ട് ശരീരത്തിനകത്ത് രൂപാന്തരം. അപ്പൊ ഈ ദൈവദൂതന്മാരാണെന്ന് പറയുമ്പോൾ ഇവരുടെ ശരീരം ആ പദത്തിന്റെ അർത്ഥത്തിലാണ് വിവാഹത്തിന് ഉതകാത്ത ഒരു ശരീരമായി നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ദൂതന്മാർ ഈ ദൈവത്തിന്റെ വാസസ്ഥലത്തായിരുന്ന ദൂതന്മാരുടെ ശരീരത്തിന്റെ പ്രത്യേകത അതായിരുന്നു. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? താഴേക്ക് ഇറങ്ങി വന്ന ഭൂമിയിലുള്ള ഈ ജനത്തെ വിവാഹം കഴിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ശരീരമല്ലായിരുന്നു ഈ ദൂതന്മാരുടെ. ഈ ദൂതൻ, അതായത് നമ്മൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കർത്താവ് പറഞ്ഞത്, യേശു കർത്താവ് പറഞ്ഞത്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ശരീരമല്ല സ്വർഗ്ഗത്തിൽ ചെല്ലുന്നത്. നമ്മുടെ ഈ ശരീരത്തിന് ഒരു രൂപാന്തരം ഉണ്ടായിട്ട് ദൂതതുല്യമായ ഒരു ശരീരം നമുക്ക് ലഭിക്കുകയും ആ ദൂതതുല്യമായ ശരീരവുമായി കർത്താവിന്റെ ശരീരം നാം ചെല്ലുകയും അവിടെ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കുവാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശരീരം നമുക്ക് ലഭിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ശരീരമായിരുന്നു ആരുടേത്? ഈ ആദ്യത്തിലെ ദൂതന്മാരുടെ ശരീരം അങ്ങനെയായിരുന്നു. ഈ പാപം ചെയ്ത ദൂതന്മാരുടെ ശരീരം അങ്ങനെയുള്ളതായിരുന്നു. ദൈവപുത്രന്മാരുടെ ശരീരമായിരുന്നു. അവർക്കൊരു വാസസ്ഥലം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു സ്ഥലത്ത് വസിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. അവരുടെ കവർ ചെയ്തിരുന്ന ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ അവരെ കവർ ചെയ്തിരുന്ന ഒരു ശരീരം അവർക്കുണ്ടായിരുന്നു. വാസസ്ഥലം, തങ്ങളുടെ വാസസ്ഥലം നിൽക്കാതെ അല്ലെങ്കിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ അവർ ഭൂമിയിലേക്ക് ഇറങ്ങി ഭാര്യമാരെ സ്വീകരിച്ചു. അപ്പോൾ അവരുടെ ശരീരത്തിന് ഈ ദൂതന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യരെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്തിരിക്കുന്നവരായിരിക്കുന്നത്. അപ്പോൾ ഈ ദൂതന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ശരീരം സ്വീകരിക്കാൻ പറ്റും, മനുഷ്യരുടെ ശരീരം സ്വീകരിക്കാൻ പറ്റും. തെളിവുണ്ട്. നമുക്കറിയാം, മമ്മറയുടെ തോപ്പിൽ 3 ദൈവത്തിന്റെ പുരുഷന്മാർ അബ്രഹാം തല നോക്കിയപ്പോൾ ഇറങ്ങി നിൽക്കുന്നതുണ്ട്. അബ്രഹാം അവർക്ക് എന്ത് കൊടുത്തു? അപ്പവും അടയും നല്ലൊരു ആട്ടിൻകുട്ടി, അല്ലെ, കാളക്കുട്ടിയെ അറുത്ത് ഫുഡ് കഴിച്ചോ? അവര് കഴിച്ചു. അപ്പം ഫുഡ് കഴിക്കണമെങ്കിൽ ദൂതന്മാർക്ക് പറ്റൂ? ഫുഡ് കഴിക്കാൻ ദൂതന്മാർക്ക് പറ്റൂ? ദൂത ശരീരത്തിന് പറ്റൂ? ഇല്ല. അപ്പൊ അവർ എന്ത് ശരീരം എടുത്തു? മനുഷ്യ ശരീരം എടുത്താണ് അബ്രഹാമിന്റെ അടുത്ത് 3 പുരുഷന്മാരായിട്ട്. അബ്രഹാമിനെ ആദ്യം മനസ്സിലായില്ല, ഇതിന് സംസാരിക്കുന്നവരെ മനസ്സിലായില്ല. ഒരാളെ യഹോവയാണ്, മറ്റു ദൂതന്മാരാണ്, സ്വന്തം കുമാരൊക്കെ നശിപ്പിക്കാൻ പോകുന്ന ആൾക്ക് പിന്നെ മനസ്സിലായത്. പക്ഷെ ആദ്യം അബ്രഹാം 3 പേര്, അല്ലേ? അതുകൊണ്ടാണ് അതിർസൽക്കാരൻ മറക്കരുത്. അവനെ അറിയാതെ ദൂതന്മാരെ സേവിച്ചു. അവൻ അറിഞ്ഞില്ല ആദ്യം ദൂതന്മാരാണ്. അവനൊക്കെ 3 പേരിരിക്കുന്നു, വിശപ്പോടിരിക്കുകയായിരിക്കും മമ്മറയുടെ തോപ്പിൽ. അവരെ വിളിച്ചെന്ത് ചെയ്തു? ഫുഡ്. അപ്പൊ ഈ ദൂതന്മാർക്ക് ശരീരം എടുക്കാൻ കഴിയുമെന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യ ശരീരം എടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഇവർ ഈ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന ഒരു പുനരുത്ഥാന ശരീരം കർത്താവ് പറഞ്ഞ, അതായത് നമുക്ക് മരണം കഴിഞ്ഞ് ലഭിക്കുന്ന ഒരു പുനരുത്ഥാന ശരീരം, ആ ശരീരത്തിൽ ജീവിച്ചവരായിരുന്നു ഈ ദൂതന്മാർ. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു? ആ വാഴ്ചയിൽ തുടരാതെ, ആ വാഴ്ച കാത്തുകൊള്ളാതെ ആ ശരീരത്തെ മാറ്റി വെച്ചിട്ട് മനുഷ്യ ശരീരം എടുത്തു. അത് തെറ്റാണ്. കർത്താവ് നല്ല കാര്യം തരുന്നതിന് കുഴപ്പമില്ല, അബ്രഹാമിന്റെ അടുക്കൽ ഇറങ്ങി വന്നതിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ സ്ത്രീകളെ റിസീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവരുമായി വിവാഹം കഴിക്കാൻ അവരിറങ്ങി വന്നപ്പോൾ അവരുടെ ശരീരം മനുഷ്യ ശരീരമായി രൂപാന്തരപ്പെടുത്തി വന്നു. അതുകൊണ്ടാണ് ആ പാഠം എഴുതിയിരിക്കുന്നത്, അവർ വാഴ്ച കാത്തുകൊണ്ടില്ല, അവർ തങ്ങളുടെ വാസസ്ഥലം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ ചിന്തിച്ചപ്പോൾ പ്രാർത്ഥിക്കുക. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ ഒയ്ക്കേറ്റേറിയോൻ എന്നൊരു പദമാണ് അവിടെ ഗ്രീക്ക് പദം. ഓർമ്മയിൽ നല്ലതായി ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പദമാണ്? എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ നമ്മുടെ വാസസ്ഥലം എന്നുള്ള പദത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഒയ്ക്കേറ്റേറിയോൻ, ആ ശരീരത്തിന്റെ, ആ പ്രത്യേക ശരീരത്തിന്റെ പ്രത്യേകത പരാമർശിക്കുന്ന പദമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ ഈ പദം സമതമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 4. അവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ മരണത്തെ കുറിച്ചും അതിനുശേഷമുള്ള പുനരുത്ഥാനത്തെ കുറിച്ചും ഒക്കെ അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു വേദഭാഗം ഇവിടെ കാണുന്നു. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോവുകയാണ്. ഭൗമഭവനം. അപ്പൊ നമ്മൾ എന്തിനകത്താണ് കഴിയുന്നത്?
പുറകെ നോക്കുമ്പോ ലിജിപ്പാസ് അല്ലേ, പുറകെ നോക്കുമ്പോ സാറ, ആൻഡ്രൂ അല്ലേ. പക്ഷെ നമ്മൾ എന്തിനാ കൂടാരമായ ഒരു ഭൗമഭവനത്തിനകത്താണ് കഴിയുന്നത്. അതായത് നമ്മുടെ ശരീരം അത് അഴിഞ്ഞു പോകും അല്ലേ. നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ സിറ്റുവേഷൻ മോശമാകും അല്ലേ. 24 മണിക്കൂർ കഴിയുമ്പോൾ അതൊക്കെ പുള്ളി അരിച്ചു തുടങ്ങും അല്ലേ. നമ്മുടെ ശരീരം ഈ സൗന്ദര്യം ഒന്നും കാണത്തില്ല. അടക്കി കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് പെട്ടി ഒന്നും തുറന്നു നോക്കിയ സിറ്റുവേഷൻ അറിയാം. ഞങ്ങളുടെ അപ്പച്ചി പണ്ട് മരിച്ചപ്പം രണ്ടാമത് അപ്പച്ചനാണ് അടക്കി. അപ്പച്ചൻ അടക്കാൻ വേണ്ടി അമ്മച്ചിയുടെ സെല്ല് അവിടെ ഇപ്പോൾ സെല്ലിനകത്ത് ഇങ്ങനെ വെക്കുമല്ലോ. അപ്പൊ ഞങ്ങളുടെ പപ്പായുടെ ബ്രദേഴ്സ് അമ്മച്ചിയുടെ സിറ്റുവേഷൻ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് തുറന്നു കണ്ടെന്നാ പറയാം. അപ്പൊ തുറന്നു കണ്ടപ്പം പറഞ്ഞ കേട്ടോ, ഞാൻ കണ്ടില്ല, ചെറുപ്പമല്ല. അവര് കണ്ടപ്പോ അവര് ഞെട്ടിപ്പോയി. കാണും ദശ എല്ലാം പോയി അല്ലെ, പല്ല്, മുടി, അങ്ങനെ 2-3 പിന്നെ എല്ല്, അത്ര ഭാഗങ്ങളുള്ളൂ. ബാക്കി ദശയെല്ലാം പോയി. അപ്പൊ നമ്മള് 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുക അല്ലെ. ഏറ്റവും അവസാനം ഇരിക്കുന്ന പല്ല്, മുടിയൊക്കെ അവസാനം കാണുന്നത്, ബാക്കിയെല്ലാം പോകും. അപ്പം അത്രയാണ് നമ്മുടെ ശരീരം. കൂടാരമായ ഭൗമനെ അഴിഞ്ഞു പോകിയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ സ്വർഗീയമായ പാർപ്പിടം അതിനു മീതെ ഒരു വീടെടുത്ത് ധരിക്കാൻ പറ്റും. എനിക്ക് വീടെടുത്ത് ധരിക്കാൻ പറ്റും. സ്വർഗീയമായ പാർപ്പിടം ധരിപ്പാൻ, അതായത് എനിക്ക് പുതിയ ശരീരം ലഭിക്കുമെന്ന്. എന്റെ ഈ പഴയ ശരീരം അഴിഞ്ഞു പോയാൽ, പുഴുക്കൾ തിന്നുപോയാൽ എനിക്ക് എന്ത് കിട്ടും? ഒരു പുതിയ ശരീരം കർത്താവ് തരും. അപ്പൊ ഞാൻ ഇതിനകത്ത് പൗലോസ് ഞാൻ ഞരങ്ങിക്കൊണ്ടായിരിക്കുന്നു. നമ്മൾ ആരും അങ്ങനെ ആയിരിക്കത്തില്ല അല്ലേ. ചത്താമതിയെന്ന് ചിന്തിച്ച് നമുക്ക് നിരാശ കൊണ്ട് ഞാൻ ചിന്തിക്കുമായിരിക്കും, ചത്താമതിയായിരുന്നു അല്ലേ. നിരാശ വന്നാൽ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ എനിക്ക് കർത്താവിനെ കാണണം എന്ന് എന്റെ ശരീരത്തിൽ ഞരങ്ങിക്കൊണ്ട് അങ്ങനെയുള്ള സ്വന്തം പറഞ്ഞു. എനിക്കൊന്ന് മരിച്ചാൽ അല്ലേ, എപ്പോഴെങ്കിലും ചാവല്ലേന്നാ ചേരൊക്കെ എപ്പോഴും പറയാം. 80 വയസ്സ് ആയിട്ട് അല്ലേ, ഇപ്പോഴും കർത്താവ് വരല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു 80 വയസ്സൊക്കെ ജീവിക്കണം, സമയം കുറച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പൊ നമ്മുടെ ആഗ്രഹമല്ല അല്ലേ, നമുക്ക് കുറെ കാലം കൂടെ ജീവിക്കണം. നമ്മുടെ പറയാം കർത്താവിനെ കാണണം നമ്മൾ പറഞ്ഞാലും നമ്മുടെ ആഗ്രഹം ഉള്ളിൽ നമ്മുടെ പ്ലാനിങ്ങൾ എന്തായാലും നമ്മുടെ അകത്തെ പ്ലാനിങ് എന്താ, ഇത്ര വർഷം മാസകമേ. അതെ, നമ്മുടെ ഷിൻസിനോടൊക്കെ സഹോദരോടൊക്കെ ദൂതമുണ്ട്. ന്യൂസിലാൻഡാ ദൂത് അല്ലേ. അപ്പൊ ഇത്ര ജർമ്മനി പോകാനാ പഠിക്കുന്നത്, പക്ഷെ ദൂത് ന്യൂസിലാൻഡിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്ലാനുകളുണ്ട്. ഇത്ര വർഷം നമുക്ക് രാസകയം വയ്ക്കാം, അത് കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തോട്ട് പോകാം, അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കണേ നമ്മുടെ സ്ഥിതി എന്താ നാളെ എന്നുള്ളത് നമ്മൾ അറിയത്തില്ല അല്ലേ. ഈ കൂടാരമായ ഭൗമന് നാളെ അഴിഞ്ഞു വീഴുമോ നമ്മൾ അറിയത്തില്ല അല്ലേ. എന്താ സംഭവിക്കാന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഏത് പട്ടണത്തിലാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ പൗലോസപ്പോസ്തലന്റെ പ്രാർത്ഥന കേൾക്കുക, ഞരങ്ങിക്കൊണ്ട് ഞാൻ ഈ കൂടാരമായ ഭൗമഭവനത്തിലായിരിക്കുന്നു എന്നതിനു വേണ്ടി. അതായത് പൗലോസപ്പോസ്തലൻ പറയും, എനിക്ക് എങ്ങനെയും കർത്താവിനെ കാണണം, എനിക്കെങ്ങനെ ഇതിനകത്ത് ഇരുന്നിട്ട് നിർദ്ദേശത്തിനാവുക, എനിക്ക് ഈ ശരീരത്തിൽ വസിച്ചിട്ട് എനിക്ക് വയ്യ, എനിക്കെന്ന് കർത്താവിനെ കണ്ടാൽ മതി, ഇത് വിട്ട് കളഞ്ഞു. അങ്ങനെ ആരുള്ളത് ശ്രമിച്ചത് ഇന്ന് രാത്രി എനിക്ക് കർത്താവിനെ കാണി, ശരീരം കളഞ്ഞ് കർത്താവിനെ കണ്ടാൽ മതി. അങ്ങനെ ഒരു ആഗ്രഹം ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ ഈ കൂടാരമായ ഭവനത്തിലിരിക്കുന്നു. കാരണം സ്വർഗീയമായ ഒരു പാർപ്പിടം നാം ധരിക്കാൻ പോകുന്നു. എങ്ങനെ ഒന്ന് വായിച്ചു? എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നു. ഒരു ഡ്രസ് നമ്മൾ ധരിക്കുന്നത് പോലെ ഒരു ശരീരം നമ്മളെ പൊതിയണമെന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഡ്രസ് നമ്മൾ എടുത്തിട്ടില്ലേ, അതുപോലെ ഒരു പുതിയ ശരീരം നമ്മളെ പൊതിയും. ഉടുപ്പാൻ ഇച്ഛിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അയ്യോ, ഓരോ സപ്പോസ് പറയാ, എനിക്ക് ഇതിനകത്ത് ഇരുന്നിട്ടങ്ങ് അസ്വസ്ഥതയാണ് അല്ലേ. നമ്മൾ 80 കൊല്ലം ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അപ്പോസ്തലൻ ഓരോ പറയാം, എനിക്ക് ഇതിനകത്ത് ഇരുന്നിട്ട് അസ്വസ്ഥത, എനിക്ക് എന്റെ കർത്താവിനെ കാണാം, എനിക്ക് സ്വർഗീയമായ ശരീരം ധരിക്കണം. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അതിനായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ആരാണ്? ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഇനി ഇത്രയും വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. അതിനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. 1 കൊരിന്ത്യർ
അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ. നിങ്ങളിൽ ഒരുത്തനും മറ്റൊരുത്തനോട് ഒരു കാര്യം ഉണ്ടായെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയും. നമ്മുടെ ഈ സഭകളെ ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ IPC, ചർച്ചബോർഡിലുണ്ടാക്കിയിരുന്നില്ല, AG കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടായിരുന്നു. ഈ ചർച്ചകളിലെല്ലാം മെയിൻ ചർച്ചകളെല്ലാം കോർട്ട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുക. കോർട്ട് കേസുകളാണ്. ഒരു ഭാഷക്കെതിരെ മറ്റൊരു ഭാഷക്കെതിരെ, ഒരു കമ്മിറ്റിക്ക് മറ്റൊരു കമ്മിറ്റിക്കെതിരെ എല്ലാവർക്കും കേസ്. IPC ഏറ്റവും കൂടുതൽ കേസ്. AG-യിൽ കേസുണ്ട്, ചർച്ചബോർഡിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചർച്ചബോർഡിലുണ്ട്. അപ്പൊ പല കേസുകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ വചനം വെച്ച് നോക്കുമ്പോൾ അത് ചെയ്യുന്നത് മഹാതെറ്റാണ്. നിങ്ങൾ ഒരുവനോട് കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെയല്ല അഭക്തന്മാരുടെ മുൻപിൽ വ്യവഹാരത്തിന് പോകും. അഭക്തന്മാരുടെ മുമ്പിൽ, വിശ്വാസി അല്ലാത്ത രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ മുമ്പിൽ നിന്റെ കേസുമായി, നിന്റെ വിഷയമായി പോകരുത്. അതെന്താ കാര്യം പറഞ്ഞു തരുന്ന താഴത്തെ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. വിശുദ്ധന്മാർ ലോകത്തെ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ ലോകത്തെ വിധിപ്പാനുള്ള അധികാരം നമുക്ക് തരുവാൻ പോകുകയാണെങ്കിൽ ഏറ്റവും ചെറിയ കാര്യങ്ങളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കും. കണ്ടോ, ആ വാക്യം ശ്രദ്ധിച്ചാട്ടെ. നാം ദൂതന്മാരെ വിധിക്കും. ഈ 2-ാം പാതാളത്തിൽ കിടക്കുന്ന, ടാർട്ടസിൽ കിടക്കുന്ന പാപം ചെയ്ത ദൂതന്മാർക്ക് ശിക്ഷ വിധിക്കുന്നത് രക്ഷിക്കപ്പെട്ട നമ്മളാണ്. അതുകൊണ്ടാണ് ആ പദം എഴുതിയിരിക്കുന്ന ദൂതന്മാരെ നമ്മൾ വിധിക്കും. കാരണം ഈ സ്വർഗ്ഗങ്ങളിൽ വസിക്കുന്ന ദുഷ്ടാത്മസേനയായ ഈ പൈശാചിക ദൂതന്മാരുടെ സ്ഥിതി നമ്മൾ കണ്ടാൽ അല്ലെ, അവരെ 1000 ആണ്ടത്തെ അതൊക്കെ കർത്താവാണ് ചെയ്യുന്നത്. മിഖായേൽ എന്ന ദൂതനാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ദൂതന്മാര് ടാർട്ടസിലുള്ള ഈ പാപം ചെയ്ത തങ്ങളുടെ വാഴ്ചയിൽ നിന്ന് താഴെ പോയി തങ്ങളുടെ ശരീരം മാറ്റി മനുഷ്യ ശരീരം എടുത്ത് മനുഷ്യ സ്ത്രീകളുമായി വിവാഹം കഴിച്ച് അവരാൽ രാക്ഷസന്മാരെ സൃഷ്ടിച്ചതായിട്ടുള്ള ഈ ദൂതന്മാരെ 2-ാം പാതാളത്തിൽ ദൈവം താമസിപ്പിക്കുകയും പിന്നത്തേതിൽ രക്ഷിക്കപ്പെട്ട ഉൾപ്രാവണത്തിൽ കൂടെ കർത്തസന്നിധിയിൽ ചെന്ന ദൈവത്തിന്റെ സഭയെ കൊണ്ട് ഇവരെ വിധിക്കുകയും ചെയ്യുന്നതാണ് ആ പദം പ്രഖ്യാപിക്കുന്നത്. ദൂതന്മാരെ വിധിപ്പാൻ നമുക്ക് അധികാരമുണ്ടോ? നമ്മുടെ അധികാരമൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എത്ര നല്ല അധികാരം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ദൂതന്മാരെ വിധിക്കാനുള്ള അധികാരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ വിധിക്കുന്നത്, ഈ 2-ാം പാതാളത്തിൽ കിടക്കുന്ന ഈ പാപം ചെയ്ത ദൂതന്മാരെ വിധിക്കുന്നത് ദൈവസഭയായിരിക്കുമെന്നുള്ളൊരു ചിന്തയും അവിടെ ഓരോ സഹോദരങ്ങൾ ഇടുന്നുണ്ട്. മാത്രമല്ല വ്യവഹാരം അല്ലേ, നമുക്ക് ഒരാളുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ, ഒരാളുമായിട്ട് വ്യക്തികളുമായിട്ടോ സഭകളുമായിട്ടോ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കോർട്ടുകളിലോ പോലീസ് സ്റ്റേഷനുകളിലോ പോകരുതെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ വിശുദ്ധന്മാരുണ്ട്. നിങ്ങളുടെ ഇടയിൽ അത് തീർക്കാൻ കഴിയുന്ന, ദൂതന്മാരെ വിധിക്കാൻ കഴിയുന്ന അഭിഷേകമുള്ള നിങ്ങളുടെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങൾ സോൾവ് ചെയ്യണം. നിങ്ങൾ വെളിയിൽ കൊണ്ടുപോയി അഭക്തന്മാർക്ക് കൊടുത്ത് കോർട്ടിൽ നമ്മുടെ ചർച്ചകളൊന്നും ഇത് ചെയ്യുന്നില്ല അല്ലേ? ഇൻഡിപെൻഡന്റ് ചർച്ചകൾ ഇപ്പോൾ എനിക്ക് കൂടുതലും ഇപ്പോൾ നാട്ടിലുള്ള ഇൻഡിപെൻഡന്റ് ചർച്ചകളെ അധികം ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്ന ഇൻഡിപെൻഡന്റ് ചർച്ചകളിലാണ്. നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഇൻഡിപെൻഡന്റ് ചർച്ചകളാണ്. ഇപ്പൊ ഓരോ പാസ്റ്റേഴ്സിന്റെ പേരിൽ ഓരോ ചർച്ചകൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ ആൾക്കാരുണ്ടാകുന്നു. കാരണം എന്താ, ഈ നമ്മുടെ മെയിൻ സ്ട്രീമിലുള്ള ചർച്ചകളിലെ ഈ കോർട്ടും വഴക്കും സ്ഥാനങ്ങൾക്കുള്ള അടിപിടിയും എല്ലാം ജനം കണ്ടും അടുത്ത് അവര് ഈ പുതിയ തലമുറയിലെ ന്യൂ ജനറേഷൻ പിള്ളേരൊന്നും ഈ ചർച്ചകളിൽ പോകുന്നില്ല, ഈ പാരമ്പര്യ ചർച്ചകളിൽ പോകുന്നില്ല. കാരണം എന്താണെന്ന് അറിയാം, അവർക്ക് ഈ കോർട്ടിലെ ഈ അടിയും ഈ വഴക്കും ഈ സ്ഥാനമാനങ്ങളും പോകുന്ന അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ചർച്ചകൾ ദൈവം നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ദൈവദാസന്മാരിൽ സിംഗിൾ ആയിട്ടുള്ള ദൈവദാസന്മാരെ തുടങ്ങുന്ന അനവധി ഇൻഡിപെൻഡന്റ് ചർച്ചകളെ ദൈവം ഉപയോഗിക്കുന്നു, പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അവരെന്താണ്, ഈ വന്ന പ്രശ്നങ്ങളെ വെളിയിൽ കൊണ്ടുപോയി കോർട്ടിന് കൊടുത്ത് പ്രശ്നങ്ങളാക്കി നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ഇതാക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയാം, നമ്മൾ ദൂതന്മാരെ വിധിക്കുവാൻ കഴിവുള്ളവരാകയാൽ നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മുടെ സഭയിൽ തന്നെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കണം. വെളിയിൽ ഇത് അഭക്തരുടെ കയ്യിൽ നിന്നുള്ളത് എന്ന ഒരു ചിന്തയുടെ ആ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം ഈ ടാർട്ടസിലുള്ള 2-ാം പാതാളത്തിൽ ദൂതന്മാരെ വിധിക്കുന്നത് നാം ആകുന്നു. കാരണം നമ്മൾ കണ്ടുള്ള ദിവസം നടക്കാം. ഈ കേട്ട പറയാം, ഈ ബൈബിൾ ക്ലാസ്സിന്റെ അനുഗ്രഹമാണ് ഞാൻ ചിന്തിക്കുന്നു. ഒരു ഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ ആ വാക്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ വാക്യത്തെ കുറിച്ച്. പക്ഷേ കർത്താവ് നമുക്ക് തന്നതാണ്
വ്യക്തമാണ് എക്സ്പ്ലനേഷൻ ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഭൗമമായ ശരീരം അഴിഞ്ഞു പോയാലും കർത്താവ് നമുക്ക് ഒരു ശരീരം ഉടുപ്പിക്കുവാൻ പോകുന്നു. വിശ്വസിച്ചാണ് നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല.